ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വമ്പൻ വാർത്ത, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കം അമേരിക്ക തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ അമേരിക്ക വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഗ്രീൻലാൻഡിലെ തങ്ങളുടെ പ്രധാനപ്പെട്ട സൈനിക താവളമായിട്ടുള്ള പിറ്റ്കെയിൻ സ്പേസ് ബേസിലേക്ക് US യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. US, കാനഡ, ഡെൻമാർക്ക് രാജ്യം എന്നിവ തമ്മിലുള്ള കരാറിന്റെ ഭാഗമായ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഷെഡ്യൂൾ പ്രകാരം വിമാനങ്ങൾ ഉടൻ വിന്യസിക്കുമെന്ന് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡന്റ് NOAD അറിയിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡ് സർക്കാരിനെയും ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ടെന്ന് നോട്ടാഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിമാനങ്ങൾ എപ്പോൾ എത്തുമെന്ന് ഒരു വിവരവും നൽകിയിട്ടില്ല. എന്നാൽ അവ ഉടൻ വിന്യസിക്കപ്പെടും. വിദഗ്ധർ പറയുന്നത് അവ ഇതിനോടകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതേസമയം ഡെൻമാർക്കിന്റെ സഹായത്തോടെ ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഗ്രീൻലാൻഡിൽ നേരത്തെ തന്നെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ ജർമ്മനി ഭയന്ന് പിന്മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഗ്രീൻലാൻഡിന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഈ അമേരിക്കൻ മിസൈൽ എത്തിയിരിക്കുന്നത്. റഷ്യയ്ക്കും ഇപ്പോൾ ചൈനയ്ക്കും ആർട്ടിക് മേഖലയിൽ നിന്ന് അധിനിവേശം നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യോമത്താവളത്തെ പ്രതിരോധിക്കാൻ 1951 മുതൽ അമേരിക്ക ഇവിടെ ഒരു സൈനിക താവളം സ്ഥാപിച്ചിരുന്നു. കൂടാതെ ഡെൻമാർക്കും അമേരിക്കയുമായും കരാറുകൾ ഉണ്ടാക്കി. എന്നാൽ ഇപ്പോൾ അമേരിക്ക ആ ദ്വീപ് രാജ്യത്തെ നേരിട്ട് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഗ്രീൻലാൻഡ്, ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനെ എതിർക്കുന്നു. ഡെൻമാർക്ക് പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് തുറന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മര്യാദയോടെ സംസാരിക്കണം, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ്, ലോക രാജ്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഫ്രാൻസ് അമേരിക്കയ്ക്ക് തുറന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഫ്രാൻസിന്റെ മുന്നറിയിപ്പ് കണ്ട് ഫ്രാൻസിന് 200% തീരുവ ചുമത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.